ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ +1 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ചാപ്റ്റർ 3 ഇലക്ഷൻ റെപ്രസെൻറ്റേഷനാണ് പഠിക്കുന്നത്. ഇതതിൻ്റെ 3rd പാർട്ടാണ്. 2 പാർട്സ് ഓഫ് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമുക്കിന്ന് പഠിക്കാനുള്ള ടോപ്പിക്ക് കമ്പാരിസൺ ഓഫ് FPTP ആൻഡ് PR സിസ്റ്റം ഓഫ് ഇലക്ഷനാണ്. അത് നമ്മൾ ഓൾറെഡി 2 ടൈപ്പ് ഓഫ് ഇലക്ഷൻ മെത്തേഡുകളാണ്. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം അഥവാ FPTPയും പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ അഥവാ PR എന്നുള്ളത്. ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി ഇത് രണ്ട് സിസ്റ്റങ്ങൾ തമ്മിലുള്ള കമ്പാരിസൺ ഡിഫറൻസുകളാണ് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ, നമ്മുടെ FPTPയിൽ എന്താ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് ഇവിടെ വീണ്ടും പറയുന്നത്. അതായത് മുഴുവൻ രാജ്യത്തെയും പലതരത്തിലുള്ള കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് ഡിവൈഡ് ചെയ്താണ് വെക്കുന്നത്. ഓക്കെ, എന്നിട്ടാണ് ഇവിടെ ഇലക്ഷൻ നടക്കുന്നുണ്ടാവുക. ഇനി പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ രാജ്യത്തെ അവിടെ 2 തരത്തിൽ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ടോട്ടൽ രാജ്യത്തെ ഒരൊറ്റ കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് കൺസിഡർ ചെയ്ത് ഇലക്ഷൻ നടത്താം, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ FPTPയിൽ പറഞ്ഞ പോലെ മുഴുവൻ രാജ്യത്തെ പലതരത്തിലുള്ള നിയോജക മണ്ഡലങ്ങൾ, അതായത് പലതരത്തിലുള്ള യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇലക്ഷൻസ് നടത്താം. ഓക്കെ, അപ്പോൾ അത് ഒരു മേജർ ഡിഫറൻസ് ആയിട്ട് മനസ്സിലാക്കുക. അതായത് FPTPയിൽ എന്ന് പറയുമ്പോൾ മുഴുവൻ രാജ്യത്തെ പലതരത്തിലുള്ള യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്ത് ഇലക്ഷൻ നടത്തുന്നുണ്ട്. നമ്മുടെ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ 2 തരത്തിൽ ചെയ്യുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ മുഴുവൻ രാജ്യത്തെയും പലതരത്തിലുള്ള യൂണിറ്റുകളായി ഡിവൈഡ് ചെയ്ത് ഇലക്ഷൻ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തെ ഒരൊറ്റ കോൺസ്റ്റിറ്റ്യുവൻസി ഒരൊറ്റ യൂണിറ്റായിട്ട് കൺസിഡർ ചെയ്തും ഇലക്ഷൻസ് നടത്തുന്നുണ്ട്. പിന്നെ പറയേണ്ട ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, നമുക്കിപ്പം FPTPയിൽ പല കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഏകദേശം 543 കോൺസ്റ്റിറ്റ്യുവൻസിയാണ് നിലവിലുള്ളത്. 543 ആയിട്ട് ഭാഗങ്ങളായിട്ട് നമ്മൾ ഇന്ത്യനെ മുറിച്ച് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും ഓരോ റെപ്രസെൻറ്റേറ്റീവ്, പ്രതിനിധികളായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരിക്കും? 543 ആൾക്കാരുണ്ടാവും അല്ലേ. ഇനി നമ്മുടെ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ അവിടെ ഇപ്പോൾ ഒരൊറ്റ കോൺസ്റ്റിറ്റ്യുവൻസിയല്ലേ ഉണ്ടാവും എന്ന് പറഞ്ഞത്, സിംഗിൾ കോൺസ്റ്റിറ്റ്യുവൻസി എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് അവിടെ എന്തായിരിക്കും, ഒരൊറ്റ ആളായിരിക്കും, ഒരൊറ്റ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്നുണ്ടാവുക. ഇനി നമ്മൾ ഓർത്തിരിക്കുക, അവിടെ ഇനി നമ്മൾ FPTP ചെയ്യുന്ന പോലെ തന്നെയാണ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനിലും രാജ്യത്തെ മുഴുവൻ പലതരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടാണ് ഇലക്ഷൻ നടത്തുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാരും അവിടെ വീണ്ടും ഇലക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി വരുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ FPTPയിൽ നമ്മൾ ഈ സ്ഥാനാർത്ഥികളില്ലേ, കാൻഡിഡേറ്റ്സ്, മത്സരാർത്ഥികൾ. ഓക്കെ, അപ്പോൾ ഈ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ നമ്മുടെ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അവിടെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വോട്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇനി FPTPയിൽ എന്ന് പറയുമ്പോൾ എന്താണ്, എ പാർട്ടി മേ ഗെറ്റ് മോർ സീറ്റ്സ് ദാൻ വോട്ട്സ് ഇൻ ലെജിസ്ലേച്ചർ. അതായത് അവർക്ക് കിട്ടിയ സീറ്റ് ഒരുപാട് വോട്ടിനേക്കാളും സീറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവണം എവിടെ, FPTP സിസ്റ്റത്തിൽ. ഓക്കെ, കിട്ടിയ വോട്ടിനേക്കാളും സീറ്റുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവണം. എന്നാൽ എവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം വോട്ട് കിട്ടിയോ അതിനനുസരിച്ചുള്ള അതിനാനുപാതികമായിട്ടുള്ള സീറ്റുകളായിരിക്കും അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക, പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവുന്നത്. ദെൻ ഓൾസോ FPTPയിൽ പറയുമ്പോൾ നമ്മുടെ വിജയിക്കുന്ന ആൾ, നമുക്കറിയാം നമ്മുടെ ഇലക്ഷൻ നടത്തുന്നത് നമ്മൾ FPTP ഇന്ത്യ ഫോളോ ചെയ്യുന്ന മെത്തേഡാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആൾ വിജയിക്കും അല്ലേ. അതിപ്പോൾ മറ്റുള്ളവരെക്കാളും ഒരു വോട്ടാണ് കൂടുതൽ നിൽക്കുന്നതെങ്കിൽ പോലും ഇയാളായിരിക്കും വിജയിച്ച് വരുന്നുണ്ടാവും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3 ആൾക്കാരുണ്ടെന്ന് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ഒരാൾക്ക് 10 വോട്ട് കിട്ടി, രണ്ടാമത്തെ ആൾക്ക് 11 വോട്ട് കിട്ടി, മൂന്നാമത്തെ ആൾക്ക് 9 വോട്ട് കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിൽ ആരായിരിക്കും ഇവിടെ വിജയിക്കുന്നുണ്ടാവുക? ആ 11 വോട്ട് കിട്ടിയ രണ്ടാമത്തെ ആളായിരിക്കും വിജയിക്കുന്നുണ്ടാവുക അല്ലേ. ഒരു വോട്ട് കൂടുതൽ കിട്ടിയാൽ മതി വിജയിച്ചു വരാൻ. അതാണ് FPTPയുടെ പ്രത്യേകത. പക്ഷേ മെജോറിറ്റി വോട്ട് അവിടെ കിട്ടണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അതാണ് FPTPയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്നാൽ നേരെ മറിച്ച് നമ്മുടെ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എത്രത്തോളം വോട്ട് കിട്ടിയോ മീൻസ് അതായത് ആ മെജോറിറ്റിക്ക് തുല്യമായിരിക്കും. അത് മെജോറിറ്റി വോട്ട് കിട്ടണമെന്ന് അവിടെ നിർബന്ധമുണ്ട്. ഓക്കെ, ഇനി FPTP എന്ന് പറഞ്ഞാൽ നമുക്ക് UK എന്ന് വെച്ചാൽ ബ്രിട്ടനാണ്, നമ്മുടെ പിന്നെ ഇന്ത്യയിലും ഒക്കെയാണ് ഇത് നിലനിൽക്കുന്നത്. ഇനി പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇസ്രായേലും നെതർലാൻഡ്സിലുമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ കമ്പാരിസൺ കൃത്യമായിട്ട് ഈ പോയിന്റുകൾ പഠിച്ചു വെച്ചേക്കുക. കാരണം ഇതൊരു 5 മാർക്ക് അങ്ങനെയുള്ള രീതിയിൽ ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ നന്നായിട്ട് ഇതിനകത്ത് പഠിച്ചു വെക്കണേ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണത്. ഇനി വരുന്ന ടോപ്പിക്കാണ് റിസർവേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന് പറയുന്നത്. അതായത് ഓരോ നിയോജക മണ്ഡലങ്ങളാണ് ഈ കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഇത്ര സീറ്റ് എന്നുള്ള രീതിയിൽ
പല കാറ്റഗറീസിന് വേണ്ടിയിട്ട് റിസർവ്ഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ട്രെയിനിലൊക്കെ എന്ത് ചെയ്യണേ, നമ്മൾ നേരത്തെ റിസർവ് ചെയ്ത് പോകുകയെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? മീൻസ് എന്താ, നേരത്തെ നമ്മൾ സീറ്റ് ബുക്ക് ചെയ്ത് പോകുന്നു അല്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ അവർക്കുള്ള സീറ്റ് അവിടെ ബുക്ക്ഡ് ആണ്. ഓക്കെ, അതായത് അവർക്ക് ഈ സംവരണമാണ് റിസർവേഷൻ എന്നുള്ള ഉദ്ദേശം. ഞാൻ ട്രെയിനിൻ്റെ കാര്യമൊക്കെ ചുമ്മാ വെറുതെ എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ രാജ്യത്ത് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങൾ ഉണ്ടാവത്തില്ലേ? കമ്മ്യൂണിറ്റീസ്, SC ST OBC ഇങ്ങനെയുള്ള പല കാറ്റഗറീസ് ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസീസിലൊക്കെ എന്ത് ചെയ്യും, അവർക്ക് റിസർവേഷൻ ഉണ്ടായിരിക്കും. അതായത് അവർക്ക് സംവരണം, അത് മീൻസ് അവർക്ക് വേണ്ടിയിട്ട് സീറ്റുകൾ ഓൾറെഡി ഇത്ര സീറ്റുകൾ, ഇപ്പോൾ 10 സീറ്റ് ഉണ്ടെങ്കിൽ 2 സീറ്റ് SC ST കാർക്കാണ് എന്ന് പറഞ്ഞ് ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആ സീറ്റിലോട്ട് വേറെ ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പോകാനായിട്ട് പറ്റത്തില്ല. മനസ്സിലായോ? ഇതേ ഒരു സിസ്റ്റം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഈ സ്കൂൾ കോളേജ് അഡ്മിഷനൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ +1 കയറിയിട്ടല്ലേ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കുമല്ലോ, നമ്മുടെ ക്ലാസ്സിൽ ഇത്ര 50 സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് സീറ്റ് ഇങ്ങനെ പർട്ടിക്കുലർ നമ്പർ ഓഫ് സീറ്റ്സ് ST ST കാർക്ക് OBC കാർക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ റിസർവ്ഡ് ആയിരിക്കും അല്ലേ? അതേ ഒരു സിസ്റ്റം തന്നെയാണ് നമ്മൾ ഇലക്ഷനിലോട്ട് പോകുന്ന സമയത്തും വരുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ റിസർവേഷൻ അഥവാ സംവരണങ്ങൾ കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ കൂടി സമൂഹത്തിൻ്റെ മുൻപന്തിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഈ SC ST കാർക്ക് റിസർവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതോർക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും നിങ്ങൾ പറയേണ്ട ഒരു പേരാണ് BR അംബേദ്കർ. ഓക്കെ, കാരണം അംബേദ്കറാണ് നമ്മുടെ, അദ്ദേഹമാണ് SC ST കാർക്ക്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സിൽ പെടുന്ന ആൾക്കാർക്ക് റിസർവേഷന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചത് കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ റിസർവേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ അദ്ദേഹമാണ് ശ്രമിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മുടെ BR അംബേദ്കറാണ് കേട്ടോ. അത് നമ്മൾ എന്ത് ചെയ്യാം, പഠിച്ചു വെച്ചേക്കാം. പിന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു ടേം ഉണ്ട്, ഡെലിമിറ്റേഷൻ കമ്മീഷനാണ്. അതായത് നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓരോ കുറേ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ടല്ലോ. അപ്പോൾ ഓരോ നിയോജക മണ്ഡലത്തിലും SC ST കാർ എത്രത്തോളം ഉണ്ട്, അവരുടെ പോപ്പുലേഷൻ എത്രയാണെന്ന് നോക്കിയിട്ട് അവർക്ക് എത്രത്തോളം ഉണ്ടോ പോപ്പുലേഷൻ, അതിനാനുപാതികമായിട്ട് അവർക്ക് സീറ്റ് ഫിക്സ് ചെയ്യും. ഈ ഡ്യൂട്ടി ചെയ്യുന്ന കമ്മീഷനാണ് ഡെലിമിറ്റേഷൻ കമ്മീഷൻ. ഓക്കെ, ആരാണ്? ഡെലിമിറ്റേഷൻ കമ്മീഷനാണ് കേട്ടോ. ഡെലിമിറ്റേഷൻ കമ്മീഷനാണ് എന്ത് ചെയ്യുന്നത്, SC ST കാർക്ക് റിസർവേഷനായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്മീഷനാണ് ഇത്, ഡെലിമിറ്റേഷൻ കമ്മീഷൻ. അത്ര ഒന്ന് ജസ്റ്റ് ഒന്ന് 1 വേർഡ് റിലേറ്റ് ചെയ്തെങ്കിലും അതൊന്ന് പഠിച്ചു വെച്ചാൽ മതിയാകും. ഇനി നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസ്. യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ലേ, നമുക്കറിയാം നമ്മുടെ എന്താ പറയുക, നമ്മുടെ വോട്ടവകാശമാണ് അത് ഉദ്ദേശിക്കുന്നത്. അതായത് 18 വയസ്സ് കഴിഞ്ഞാൽ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ടിംഗ് റൈറ്റ് ഉണ്ട് ഇന്ത്യയിൽ അല്ലേ. നിങ്ങൾക്ക് +2 കഴിയുമ്പോൾ എന്ത് ചെയ്യാം, വോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, 1989 വരെ നമ്മുടെ ഇന്ത്യയിൽ 21 വയസ്സ് പൂർത്തിയായാൽ മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, എന്നാൽ 61ാമത്തെ അമെൻമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, വോട്ടിംഗ് റൈറ്റ് 21 നിന്നും 21 മീൻസ് ആ ഒരു ഏജ് ലിമിറ്റിൽ നിന്ന് 18 വയസ്സായിട്ട് നമ്മൾ കുറച്ച് വെച്ചത്. ഓക്കെ, ഈ അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ, നമ്മുടെ ഈ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ മീൻസ് പ്രൊവിഷൻസിലൊക്കെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ കുറയ്ക്കലുകളോ ഒക്കെ നടത്തണമെങ്കിൽ അതിനെ പറയുന്ന പ്രക്രിയയാണ് അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇനി വരുന്ന ചാപ്റ്റേഴ്സിലൊക്കെ പഠിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും 61ാമത്തെ അമെൻമെൻറ്റ് വെച്ചിട്ടായിരുന്നു നമ്മുടെ വോട്ടിംഗ് റൈറ്റിൻ്റെ ഏജ് എന്ത് ചെയ്തത്, കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് പഠിച്ചു വയ്ക്കാം. അതുപോലെ ലോക്സഭയിലോട്ടും നമ്മുടെ സംസ്ഥാന നിയോജക മണ്ഡലങ്ങളിലോട്ടൊക്കെയുള്ള ഇലക്ഷൻസൊക്കെ നടക്കുന്നത് ഈ പറയുന്ന യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസിൻ്റെ ബേസിസിലാണ്. അതായത് 18 വയസ്സ് കഴിയുന്നവരാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ, അത് നമുക്കറിയുന്നുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ഭരണഘടനയിലെ 326 ആർട്ടിക്കിൾ പ്രകാരമാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. അതായത് ലോക്സഭയിലൊക്കെയുള്ള ഇലക്ഷൻസ് ഈ യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 18 വയസ്സ് കഴിയുന്നവർക്കാണ് വോട്ടിംഗ് റൈറ്റ് ഇന്ത്യൻ പൗരന്മാർക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസിൻ്റെ ബേസിസിൽ ലോക്സഭയിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോട്ടൊക്കെ ഇലക്ഷൻസ് നടത്തണമെന്ന് എന്ത് ചെയ്യുന്നത്, ഉദ്ഘോഷിക്കുന്ന ആർട്ടിക്കിളാണ് നമ്മുടെ ആർട്ടിക്കിൾ 326 എന്ന് പറയുന്നത്. അത് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഇനി നമുക്ക് വരുന്ന ടോപ്പിക്കാണ് ഇൻഡിപെൻഡൻറ്റ് ഇലക്ഷൻ കമ്മീഷൻ. നമുക്ക് ഇൻഡിപെൻഡൻ്റ് സ്വതന്ത്രമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ ഇന്ത്യക്കുണ്ട്. ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ ആക്ച്വലി ഞാൻ പറയാൻ വന്നത് എന്താണെന്നറിയോ, ഇലക്ഷൻ കമ്മീഷനും ആർട്ടിക്കിൾ 324 പ്രകാരമാണ് നമ്മുടെ ഇന്ത്യയിൽ ഒരു ഇലക്ഷൻ കമ്മീഷൻ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷനൊക്കെ പ്രവർത്തിച്ചു വരുന്നത്. ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, നമുക്കും
കോൺസ്റ്റിറ്റ്യൂഷനകത്താണ് നമ്മുടെ ആർട്ടിക്കിൾസ് വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾസ്, അതാണ് ഈ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അനുച്ഛേദം എന്നാണ് കേട്ടോ മലയാളം വേർഡ് വരുന്നത്. അപ്പോൾ അതിൽ കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, അപ്പോൾ അനുച്ഛേദം 324 പ്രകാരമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്കൊരു ഇൻഡിപെൻഡൻറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉള്ളത്. ഓക്കെ, ഈ 2 ആർട്ടിക്കിൾസില്ലേ മാറിപ്പോകും നിങ്ങൾക്ക്, അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. നമ്മുടെ യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസ് ആണെങ്കിൽ ആർട്ടിക്കിൾ 326. ഓക്കെ, ഇനി ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിൽ ആർട്ടിക്കിൾ 324. ഓക്കെ, ഇത് 2 നമ്മൾ എന്ത് ചെയ്യുക, 1 വേർഡിന് കണക്കാക്കി പഠിച്ചു വെച്ചേക്കണേ. ഇനി നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണെന്നറിയോ, നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ 2 തരത്തിൽ അതിന് പ്രവർത്തിച്ച് പോകാം. ഒന്നില്ലെങ്കിൽ സിംഗിൾ മെമ്പർ ബോഡിയായിട്ട് പോകാം, അല്ലെങ്കിൽ മൾട്ടി മെമ്പർ ബോഡിയായിട്ട് പോകാം. എന്താണ് ഈ സിംഗിൾ മെമ്പർ മൾട്ടി മെമ്പർ എന്നൊക്കെ പറയുന്നത്? വേറെ ഒന്നുമില്ല, സിംഗിൾ മെമ്പർ ബോഡി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ഷൻ കമ്മീഷനകത്ത് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അതായത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഏറ്റവും ഹെഡാണ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമേ സിംഗിൾ മെമ്പർ ബോഡിയിൽ ഉണ്ടാവൂ. എന്നാൽ മൾട്ടി മെമ്പർ ബോഡി ആകുമ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താ, ഈ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഉണ്ടാവും, പ്ലസ് അവിടെ 2 അതർ കമ്മീഷണേഴ്സ്, അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് വേറെ 2 കമ്മീഷണേഴ്സ് കൂടി ഉണ്ടാവും. അപ്പോൾ മൊത്തത്തിലൊരു 3 പേര് അവിടെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതാണ് മൾട്ടി മെമ്പർ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ നമ്മുടെ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൾട്ടി മെമ്പർ ബോഡിയാണ്. അതായത് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അവിടെ ഉണ്ട്, പിന്നെ 2 പേര് അസിസ്റ്റ് ചെയ്യാനും അവിടെ ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇനി അതുപോലെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാന്നറിയോ? അതായത് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് സുകുമാർ സെൻ എന്ന് പറയുന്നത്. ഓക്കെ, സുകുമാർ സെൻ ആണ് കേട്ടോ. SUKUMAR ആണ്, SCN. ഓക്കെ, ഇത് A ആണ് കേട്ടോ, A ആണ്. ഓക്കെ, അപ്പോൾ സുകുമാർ സെൻ ആണ് നമ്മുടെ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഇതെന്തിനാണ് ഇവിടെ പറഞ്ഞതെന്നറിയാവോ? ഇത് നമുക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു 1 വേർഡാണ് കേട്ടോ. സിമ്പിൾ പേരല്ലേ, നിങ്ങൾ പഠിച്ചു വെച്ചു, 1 മാർക്ക് നിങ്ങൾക്ക് ഇപ്പോഴേ സെറ്റാക്കി പോകാം. ഓക്കെ, അപ്പോൾ സുകുമാർ സെൻ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ്. ആര്? നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആര് പറഞ്ഞാൽ മതി? സുകുമാർ സെൻ ആണ് നമ്മുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, സുകുമാർ സെൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ പേര് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ പഠിച്ചല്ലോ, ഇലക്ഷൻ കമ്മീഷൻ എന്തൊക്കെ ധർമ്മങ്ങളാണ്, എന്തൊക്കെ ഫങ്ഷൻസാണ് ചെയ്യുന്നത്, ഇത്രയും പോയിൻറ്റ്സ് പഠിച്ചാൽ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സെറ്റാക്കാം. വേറെ ഒന്നുമില്ലടേ. ഒന്നാമതായിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ് എന്ത് ചെയ്യുന്നത്, വോട്ടേഴ്സ് ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. വോട്ടേഴ്സ് ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ് വോട്ടേഴ്സ് ലിസ്റ്റ്. ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ എന്താ ഉണ്ടാവുക, എത്ര പേര് വോട്ട് ചെയ്യാനുണ്ട്, ഓക്കെ, ഇങ്ങനെയുള്ള ലിസ്റ്റുകൾ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടാവുക. അപ്പോൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് എന്തെങ്കിലും തെറ്റുകളോ എറേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് പോകുന്നതും ആരും ഇനിയാണ്, ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ ഫംഗ്ഷനാണ്. ദെൻ രണ്ടാമത് നമുക്ക് പറയുന്ന ഫംഗ്ഷനാണ്, അതായത് ടൈമിംഗ് ഓഫ് ഇലക്ഷൻസും ഇലക്ഷൻ സ്കെഡ്യൂളും. ഓക്കെ, ഇലക്ഷൻ കമ്മീഷനാണ് നമ്മുടെ ഇലക്ഷൻസ് ഇതിൻ്റെ ഓരോ സ്റ്റേജസും ഏതൊക്കെ ടൈമിൽ ഏതൊക്കെ ഡേറ്റിൽ നടക്കണം, ആൻഡ് അതുപോലെ തന്നെ ഇതിൻ്റെ സ്കെഡ്യൂൾ, ഇതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവില്ലേ, ആ സ്കെഡ്യൂളുകളെല്ലാം എന്താണ് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ്സ് താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും. നോക്കിക്കോളൂ, നമ്മുടെ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ എന്നാണ് വരേണ്ടത്. പിന്നെ ഇതാകണ്ടോ, സ്ക്രൂട്ടിനിയുടെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, നോമിനേഷൻസ് ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, വിഡ്രോവലിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, നമ്മൾ വോട്ട് ചെയ്യേണ്ട ഡേറ്റ് എന്നാണ്, വോട്ട് എണ്ണലിൻ്റെ ദിവസം എന്നാണ് റിസൾട്ട് വരുന്നത്, വോട്ടിൻ്റെ റിസൾട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യമെല്ലാം നമുക്ക് പറഞ്ഞ്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ആരാണ്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ അത് രണ്ടും ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ്, വോട്ടേഴ്സ് ലിസ്റ്റും ദെൻ ഓൾസോ ഈ ടൈമിംഗ് ഓഫ് ഇലക്ഷൻസും, പിന്നെന്താണ് ഇലക്ഷൻ സ്കെഡ്യൂളും. അതെന്ത് ചെയ്യാം, പഠിച്ചു വെച്ചേക്കാം. ഇനി അതുപോലെ നോക്കിക്കോളൂ, നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് റൈറ്റ് ഉണ്ട്. എന്താണെന്നറിയുമ്പോൾ, അതായത് എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ഇലക്ഷന് മാറ്റി വെക്കേണ്ടതായിട്ടോ ക്യാൻസൽ ചെയ്യേണ്ടതായിട്ടൊക്കെ വരികയാണെന്ന് വെച്ചോ, അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ്. അതായത് പോസ്റ്റ്പോൺ ചെയ്യണം എന്ന് വെച്ചാൽ മാറ്റി വെക്കണമെങ്കിലോ ക്യാൻസൽ ചെയ്യണമെങ്കിലോ ഒക്കെ ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ഈ റീപോൾ, അതായത് ഇനി അടുത്ത ഇലക്ഷൻ വീണ്ടും തുടർന്ന് വയ്ക്കേണ്ട കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ്. പിന്നെ ഇനി പഠിക്കേണ്ട ഒരു പോയിൻ്റാണ്, നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ് രാഷ്ട്രീയ പാർട്ടികളിലെ പൊളിറ്റിക്കൽ പാർട്ടീസ്, ഈ പാർട്ടീസിന് ഒഫീഷ്യലി അംഗീകാരം കൊടുക്കുന്നതും ദെൻ അവർക്ക് അവരുടേതായിട്ടുള്ള സിമ്പിൾസൊക്കെ
അലോട്ട് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. നമുക്കറിയാം നമുക്ക് ഒത്തിരി പാർട്ടീസ് നമുക്കറിയാം. ദെൻ അത് മാത്രമല്ല ഈ പാർട്ടീസിനൊക്കെ ഓരോ ചിഹ്നങ്ങളാണ്, അടയാളങ്ങളുണ്ടല്ലേ, സിമ്പിൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സിമ്പിൾസൊക്കെ അലോട്ട് ചെയ്ത് കൊടുക്കുന്ന ആരാണ്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എന്താ പറയുക, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണിത്. ഒരു 4-5 മാർക്ക് ഇവിടെ തന്നെ ഉറപ്പിക്കാൻ പറ്റും കേട്ടോ. കാരണം ഇത് ഷോർട്ടസ്റ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു, ഇലക്ഷൻ്റെ ടൈമിങ്ങും ദെൻ സ്കെഡ്യൂളുകളും ആ ഡേറ്റുകളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അങ്ങ് നന്നായിട്ട് എഴുതി വെക്കാൻ പറ്റും കേട്ടോ. നല്ല എളുപ്പമുള്ള ഒരു ടോപ്പിക്കല്ലേ ഇത്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഇലക്ഷൻസ് എന്തെങ്കിലും കാരണവശാൽ പോസ്റ്റ്പോൺ ചെയ്യണം, ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ്. ദെൻ ഓൾസോ രാഷ്ട്രീയ പാർട്ടികൾക്ക് റെക്കഗ്നേഷൻ അഥവാ അംഗീകാരം കൊടുക്കുന്നതും സിമ്പിൾസ് ഒക്കെ അലോട്ട് ചെയ്ത് കൊടുക്കുന്നതും ഇലക്ഷൻ കമ്മീഷനാണ്. ഓക്കെ, അതെന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കാം. ഇനി നമുക്ക് പഠിക്കേണ്ട ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ഒരു ടോപ്പിക്കാണ്, ആൻഡ് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്, ഇലക്ടറൽ റിഫോംസ്. അതായത് നമുക്കറിയാം നമ്മുടെ ഇലക്ഷൻ എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ എവിടുത്തെ ഇലക്ഷൻസ് എങ്ങനെ നടക്കണം? ജനാധിപത്യ രീതിയിലും സുതാര്യമായിട്ടും ഒക്കെ വേണം നമുക്ക് ഇലക്ഷൻസ് നടന്നു പോവേണ്ടത് അല്ലേ. അപ്പോൾ അങ്ങനെ ഇലക്ഷൻസൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഇലക്ഷൻസ് നടത്തിക്കൊണ്ട് പോകുന്ന നമ്മുടെ ഇലക്ഷൻ കമ്മീഷനും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വേണമല്ലോ. അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതാണ് ഇലക്ടറൽ റിഫോംസ്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞു വയ്ക്കുന്ന ഈ ഇലക്ഷൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കുറച്ച് പരിഷ്കാരങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിലൊന്നാമത് പറയുന്ന കാര്യം എന്താണെന്നറിയാവോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സ്ത്രീകൾക്ക് പങ്കാളിത്തം കൊടുക്കണം. ഇലക്ഷനിൽ സ്ത്രീകൾക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? പങ്കാളിത്തം കൊടുക്കണം എന്നാണ് പറയുന്നത്. അതായത് 1/3 വിമൺ, അതായത് 3/1 കേട്ടോ, 3/1 ഈ 1/3 എന്നുള്ള രീതിയിൽ 3/1% സ്ത്രീകൾക്ക് കൂടി പാർലമെൻറ്റിലൊക്കെ പങ്കാളിത്തം കൊടുക്കണം. എന്ന് പറയുമ്പോൾ സ്ത്രീകളെയും ഈ പറഞ്ഞ പോലെ ഇലക്ഷൻസിലോട്ടൊക്കെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിപ്പിക്കുക, അവരെ ഈ പാർട്ടിയുടെ നേതാക്കന്മാരാക്കുക. പിന്നെ അത് മാത്രമല്ല അവർക്ക് അതിനകത്തുള്ള റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ അലോട്ട് ചെയ്ത് കൊടുക്കുക. മൊത്തത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം, വിമൻസ് പാർട്ടിസിപ്പേഷൻ അവിടെ കൂട്ടുക എന്നുള്ളത് ഒരു ഇലക്ടറൽ റിഫോമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാവോ? ഈ പൈസയുടെ കൺട്രോളാണ്. അതായത് നമുക്കറിയാം നമ്മുടെ സാധാരണ എന്തൊരു കാര്യത്തിലായി നമ്മുടെ ഈ പൈസ ചിലവാകുന്നത് എങ്ങനെയെന്നുള്ളത് നമുക്ക് ആലോചിച്ച പിടികിട്ടാത്ത കാര്യമാണല്ലേ. അത് തന്നെയാണ് ഇലക്ഷൻ്റെ കാര്യം. ഇലക്ഷനിലും ഈ പറഞ്ഞ മണി എക്സ്പെൻസുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പെൻസുകൾക്കൊക്കെ ഒരു ലിമിറ്റ് വയ്ക്കണം എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. ക്ലിയർ ആയോ? എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ആ പർട്ടിക്കുലർ സ്റ്റേറ്റ്, അതായത് ഇപ്പോൾ ഓരോ സ്റ്റേറ്റിനകത്താണല്ലോ ഇലക്ഷൻ നടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഇലക്ഷൻ നടക്കുകയാണ്. ഇപ്പം ലോക്സഭ ഇലക്ഷൻ കേരളത്തിനകത്തുള്ള നിയോജക മണ്ഡലങ്ങളിലൊക്കെ ഇലക്ഷൻ നടക്കുമ്പോൾ അത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ അതിൻ്റെ ചിലവുകളൊക്കെ വഹിക്കേണ്ടതുണ്ട്. ദെൻ ഓൾസോ ഈ ഒരു ചിലവുകളൊക്കെ വരുമ്പോൾ എത്രയൊക്കെ ചിലവാക്കി ഈ ഫണ്ടിൽ നിന്നൊക്കെ, ഇതൊക്കെ കൃത്യമായിട്ട് അക്കൗണ്ടുകൾ പ്രോപ്പറായിട്ടുള്ള ഓഡിറ്റ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇലക്ഷൻ കമ്മീഷന് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് സമർപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ വേറെ ഒന്നും ഓർക്കേണ്ട, ഇത്രയും ഓർത്തിരിക്കുക, ഈ മണി കൺട്രോൾ അവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പിന്നെ വരുന്ന കാര്യം എന്താണെന്ന് അറിയാവോ? നമ്മുടെ എന്തെങ്കിലും ക്രിമിനൽ കേസിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾ, അങ്ങനെയുള്ള ആൾക്കാരെയൊന്നും നമ്മൾ കാൻഡിഡേറ്റ്സ് ആയിട്ട്, മീൻസ് മത്സരാർത്ഥികളായിട്ട് നമ്മൾ കൊണ്ടുവരാൻ പാടില്ല എന്നൊരു കാര്യം അവിടെ വരുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്ത് വരുന്ന കാര്യം, ദർ ഷുഡ് ബി കംപ്ലീറ്റ് ബാൻ ഓൺ ദി യൂസ് ഓഫ് കാസ്റ്റ് ആൻഡ് റിലീജിയസ് അപ്പീൽസ് ഇൻ ദ ക്യാമ്പയിൻ. അതായത് ജാതീയപരമായിട്ടും ദെൻ ഓൾസോ മതപരമായിട്ടും ഒക്കെയുള്ള ഈ അപ്പീലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഇലക്ഷൻ സമയത്ത് ഒഴിവാക്കുക എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സുതാര്യമായിട്ടുള്ള ഒരു ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്ത് കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതായത് ദർ ഷുഡ് ബി എ ലോ ടു റെഗുലേറ്റ് ദ ഫങ്ഷനിങ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. അത് രാഷ്ട്രീയ പാർട്ടികളുടെ അവർ ചെയ്തു പോകുന്ന കാര്യങ്ങളൊക്കെ നിയന്ത്രണം കൊണ്ടുവരുന്ന രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവരണം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇതാണ് ഇവിടെ പറയുന്ന ഇലക്ടറൽ റിഫോംസ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളെ ഞാൻ ഗൈഡൊക്കെ റെഫർ ചെയ്ത സമയത്ത് കുറച്ചുകൂടി ഒരു എക്സ്ട്രാ പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ചുകൂടി ഈസിയാണ്. ഞാനിപ്പോൾ വായിച്ചതിനേക്കാളും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ട്. അതായത് വേറെ ഒന്നുമില്ല, ഞാൻ പറയുന്ന പോയിൻറ്റിലൊന്ന് നോട്ട് ചെയ്ത് പോണേ. നമുക്കറിയാം വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും കൊണ്ടുപോകേണ്ട സംഭവമാണ് എന്ത്? ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ ID കാർഡ് ഉണ്ടല്ലോ, വോട്ടർ ID ഉണ്ടാവുമല്ലോ. ഓക്കെ, നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ്സ് കമ്പൽസറി ആക്കി മാറ്റുക എന്നുള്ളത് ഒരു പ്രൊവിഷനായിരുന്നു, ഒരു റിഫോം ആയിരുന്നു അത്. പിന്നെ അതുമാത്രമല്ല, ഈ വോട്ടിംഗ് എന്ന് പറയുന്നത് കമ്പൽസറി ആണോ?
ഒന്ന് ആലോചിച്ച് നോക്കൂ. വോട്ടിംഗ് ഡേറ്റ് ഒക്കെ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തു. അപ്പം ഒരു രാജ്യത്തെ എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല അല്ലേ. പക്ഷേ ഇവിടെ ഇലക്ടറൽ റിഫോം പറയുന്നതെന്ന് പറയുമ്പോൾ വോട്ടിംഗ് എന്ന് പറയുന്നത് നിർബന്ധമാക്കി മാറ്റണം എന്ന് പറയുമ്പോൾ രാജ്യത്തെ എല്ലാവരും തന്നെ, അത് ഈ ഒരു 18 വയസ്സ് കഴിഞ്ഞ ഇങ്ങനെയുള്ള ഈ ഒരു പ്രായപരിധിയിലുള്ള എല്ലാവരും തന്നെ എന്ത് ചെയ്യണം? വോട്ട് ചെയ്യണം. വോട്ടിംഗ് കമ്പൽസറി ആക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ബൂത്ത് ക്യാപ്ചറിങ് പോലെയുള്ള അക്രമങ്ങളുണ്ടല്ലോ, ഓക്കെ, ബൂത്ത് പിടിച്ചെടുക്കുക എന്നുള്ള കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള റിഫോംസൊക്കെയാണ് നമ്മുടെ ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് എന്താ പറയുക, ക്രോഡീകരിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ഇലക്ടറൽ റിഫോംസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നത്? വിമൻസിന് പാർട്ടിസിപ്പേഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മണി എക്സ്പെൻസ് റിലേറ്റ് ചെയ്തിട്ട് കുറേ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ജാതീയപരമായിട്ടോ മതപരമായിട്ടുള്ള അപ്പീലുകളൊക്കെ എതിർക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിരായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നിയമങ്ങളും കൊണ്ടുവരുന്നുണ്ട്, അവരുടെ ആ ഒരു ഫങ്ഷനിങ് ഒക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ ബൂത്ത് ക്യാപ്ചറിങ്ങിൻ്റെ കാര്യം പറയണം, ഫോട്ടോ ID കാർഡ്സിൻ്റെ കാര്യം പറയണം. ദെൻ ഓൾസോ ബൂത്ത് ക്യാപ്ചറിങ് പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ള കാര്യം പറയണം. പിന്നെ അത് മാത്രമല്ല, ക്രിമിനൽസിനെ ഒന്നും കാൻഡിഡേറ്റ്സ് ആയിട്ട് വയ്ക്കാനും പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇലക്ടറൽ റിഫോംസിനകത്ത് നമുക്ക് പഠിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറയട്ടെ, ഇത് അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്. ചിലർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരാൻ, ഞാനും പഠിച്ച ടൈമിൽ എനിക്ക് ഈ ഒരു ചാപ്റ്റർ അത്യാവശ്യം ടഫായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയട്ടെ, നിങ്ങളിതിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങളെ വരത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് നിങ്ങൾ എന്താണ് FPTP സിസ്റ്റം എന്ന് പഠിക്കുക. നമ്മൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം എന്താണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. പിന്നെ ഈ FPTPയും പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ തമ്മിലുള്ള കമ്പാരിസൺ നമ്മൾ ഇന്ന് പഠിച്ചില്ലേ, അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളെ രാജ്യം ഇന്ത്യ എന്തുകൊണ്ടാണ് FPTP സിസ്റ്റം അഡോപ്റ്റ് ചെയ്തത്, അത് ഞാൻ സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പിന്നെ നമ്മളിപ്പോൾ ലാസ്റ്റ് പഠിച്ച 2 ചോദ്യങ്ങൾ, അതായത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഇലക്ഷൻ കമ്മീഷൻ്റെ ആ ഒരു ഇലക്ടറൽ റിഫോംസുകൾ എന്തൊക്കെയാണ്, പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്, ഇത്രയും ചോദ്യങ്ങൾ പഠിച്ചു വെച്ചാൽ തന്നെ ഈ ഒരു ചാപ്റ്റർ സെറ്റാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഇടയിൽ പറഞ്ഞു പോയ കുറച്ച് വൺ വേർഡ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ തന്നെ ഈ 3rd ചാപ്റ്റർ വളരെ സെറ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. FPTP എന്താണ്, FPTP എന്തുകൊണ്ട് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തു, FPTPയും പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ തമ്മിലുള്ള കമ്പാരിസൺ, പിന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഫങ്ഷൻസും ഇലക്ഷൻ കമ്മീഷൻ്റെ ഇലക്ടറൽ റിഫോംസ്. ഈ 5 ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പഠിച്ചു വെച്ചാൽ തന്നെ ഇറ്റ്സ് ഓക്കെ, അത് സെറ്റായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ക്ലാസ്. എന്താണ് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളതൊക്കെ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. താങ്ക് യു.